ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ നേരത്തെ എണീക്കേണ്ടി വന്നു. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിൽ പോയാലോ? അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദോശ ഉണ്ട്. ഇവിടെ എന്നും ദോശയാണ് ഗൈസ്. എൻ്റെ ലാസ്റ്റ് ഹോപ്പ് ഇതാ, ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അമ്മ ഒന്ന് ദോശ മാറ്റി പിടിക്കുമായിരിക്കും. എന്ത് ചെയ്യാനത് കഴിച്ചല്ലേ പറ്റൂ. അപ്പോൾ പകുതി കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഒന്ന് ഓർത്തത്. പിന്നീട് കാണുന്ന കാഴ്ച ഇതാണ്. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ എല്ലാ പണികളും എനിക്ക് മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെയല്ല, അച്ഛൻ്റെ വണ്ടിക്കും രാവിലെ തന്നെ വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു വണ്ടി വിളിച്ച് ഈ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അത് കുറച്ചേരം നോക്കി നിന്നപ്പോഴാണ് എനിക്ക് പോവണ്ടേ എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അപ്പം തന്നെ ഇറങ്ങി പുറപ്പെട്ടു. എന്താണ് ഇങ്ങനെ കണ്ണാടി നോക്കി നിന്നാൽ മതിയോ? നമുക്ക് പോവണ്ടേ? അല്ലെങ്കിൽ തന്നെ സമയം വൈകി എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആ കണ്ണാടി നോക്കി നിൽക്കും. പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഓട്ടത്തിലെ കാരണം എന്താ വെച്ചാൽ 10:05 വരേണ്ട ബസ്സിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10:02. അപ്പോൾ ഓടി അവിടെ കഷ്ടപ്പെട്ട് എത്തി നോക്കുമ്പോൾ നമ്മളെ ബസ് ചതിച്ച് ഗൈസ്. ബസ് ഇന്നില്ല. ഇനി ഒരൊറ്റ വഴിയാണല്ലോ, നടക്കുക. രാവിലെ തന്നെ എല്ലാ പണികളും എൻ്റെ നേർക്കാം. പിന്നെ കൂടെ 2-3 ആൾക്കാരും പോസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് മേലോട്ട് നടന്നപ്പം ബസ് കിട്ടി. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഞാൻ ക്ലാസ്സിലെത്തി. അപ്പോൾ പിള്ളേരൊക്കെ വരുന്നതാണല്ലോ. വൈകുന്നേരം ഒരു 4 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പം മഴ വരുന്നതിൻ്റെ മുന്നേ വീട് പിടിക്കണം. അങ്ങനെ ബസ് വന്നു, ബസ് കയറി വീട്ടിലെത്തിയിട്ട് ഇതാ ഈ ഒരു ബോണ്ടയും കൂടെ കഴിച്ചു. ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നല്ല ചോറും ചിക്കൻ ഫ്രൈയും തോരനും ചിക്കൻ പൊരിച്ചതും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിയും കൂടെ എടുത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ നല്ലോണം വയറ് നിറച്ചൊന്ന് കഴിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എണീക്കുന്നത് രാത്രി 10 മണിക്കാണ്. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ.